ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗാർഡൻ അപ്ഡേറ്റ്സും മെയ് മാസമായില്ലേ, കൃഷിക്കുള്ള സമയമായില്ലേ അല്ലേ. എന്തൊരു സന്തോഷമല്ലേ ഇങ്ങനെ സൂര്യപ്രകാശവും വെളിച്ചവും ഗാർഡൻ പണികളൊക്കെ നമുക്ക് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഭയങ്കര ഒരു ഉത്സാഹമാണ്, ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഗാർഡൻ അപ്ഡേറ്റ്സും പിന്നെ മെയ് മാസത്തിൽ നമുക്ക് എന്തൊക്കെയാണ് വിത്തുകൾ മുളപ്പിക്കുക അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ്. ഇന്നിപ്പോൾ ഒരു 23 ഡിഗ്രീസ് ഉണ്ട്. സ്ലോലി ഇപ്പോൾ മെയ് 15 വരെ ഇവിടെ ഐസ് ഹൈലിഗൻ എന്ന് പറയും, അതായത് തണുപ്പ് ദിവസങ്ങൾ 11th to 15th മെയ് 11th തൊട്ട് 11th മെയ് 15th വരെ ഇവിടെ ഐസ് ഹൈലിഗൻ ദിവസം എന്ന് പറയും. അതായത് ഏപ്രിൽ മാസം ഇങ്ങനെ മഴ, തണുപ്പ്, അങ്ങനെ സ്നോ അങ്ങനെയായിട്ടിരിക്കും. മെയ് മാസം അതേ തന്നെയാണ്. ബട്ട് 11th to 15th വരെ പെട്ടെന്നൊരു ഭയങ്കര തണുപ്പായിരിക്കും. ഒന്നെങ്കിൽ സ്നോഫോളായിരിക്കും, അല്ലെങ്കിൽ മഴയായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് അതാണ് ഈ ഐസ് ഹൈലിഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് മെയ് മാസം എല്ലാ വർഷവും 11th to 15th മെയ് വരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മർ വെജിറ്റബിൾസ് എല്ലാം പുറത്തേക്ക് നടാമെന്നാണ് ഇപ്പോൾ ഇവിടെ പറയണത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ 20th ആയല്ലോ. അപ്പോൾ സ്ലോലി എല്ലാ വെജിറ്റബിൾസും, സമ്മർ വെജിറ്റബിൾസൊക്കെ നമുക്ക് പുറത്ത് നടാവുന്നതാണ്. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ മുകളിൽ എയറോപ്ലെയിൻ പോയിട്ടാണ്. ഇവിടെ അടുത്തായിട്ടാണ് എയർപോർട്ട് ഉള്ളത്. അതുകൊണ്ട് എവറി 5 minutes ഇങ്ങനെ എയറോപ്ലെയിൻ്റെ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും, ലാൻഡിങ് ആവുകയാണ്. അതാണ് കാണിച്ചു തരാം കേട്ടോ. ബാക്കിയൊക്കെ വീഡിയോ ഒക്കെ നമ്മുടെ ഗാർഡൻ അപ്ഡേറ്റ്സ് കാണിച്ചു തരാം. ഫസ്റ്റ് കണ്ടോ, പട്ടാണി. ഇതൊക്കെ പിന്നെ തക്കാളി തന്നെത്താനെ മുളച്ച് വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് എന്താ പറയണേ, ചീഞ്ഞു പോണ തക്കാളിയൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇട്ട് വെച്ചു. കഴിഞ്ഞ കൊല്ലമേ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അത് തന്നെത്താനെ കിളുത്ത് വരുന്നുണ്ട്. ഇത് സാലഡ് ടൊമാറ്റോസാണ് ഇതൊക്കെ പിന്നെ വിൻ്റർ പച്ചക്കറി, അത് എടുക്കാറായി. ഇത് മിൻറ്റ്, നമ്മുടെ പുതിന, എന്ത് ഉഷാറായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് അല്ലേ. മുള്ളങ്കി, ഇതൊക്കെ ഏപ്രിൽ മാസം തൊട്ടിട്ട് നമുക്കിത് സീഡ്സ് ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കാവുന്നതാണ്, ഡയറക്റ്റ്ലി പാവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏപ്രിൽ മാസം ഞാൻ ഇട്ടതാണ് ഇത് ഓൾറെഡി. ഇപ്പോഴും ഇടാം കേട്ടോ. അതേപോലെ തന്നെ ഗ്രീൻ പീസ്, ഇതൊക്കെ ഗ്രീൻ പീസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടുക്കിലുള്ളത് ഇതാണ്, വെളുത്തുള്ളിയാണ്. ഓക്കെ, പിന്നെ ഇവിടെ അതേപോലെ തന്നെ പുതിന. സോ ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ഇത്രയും ദിവസം എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എൻ്റെ കുട്ടികളായിരുന്നു. എൻ്റെ മക്കൾ വലുതായപ്പോൾ, വലിയ കുട്ടികളായപ്പോൾ ഇപ്പോൾ ഇവരാണ് എൻ്റെ കുട്ടികൾ. ഇതൊക്കെ ഇന്ന് നമുക്ക് മണ്ണിൽ പാവിടാം, വെളിയിൽ പുറത്ത് പാവിടാം കേട്ടോ. ഇത് ഗ്രേപ്സ്, കഴിഞ്ഞ കൊല്ലം ഞാൻ മേടിച്ച് വെച്ചിരുന്ന ഗ്രേപ്സാണ്. സൂപ്പറായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് തക്കാളി. ഇത് നാടൻ ഇത് സെർബിയൻ എന്ന് കിട്ടിയ എൻ്റെ ഒരു കൂട്ടുകാരത്തി എനിക്ക് തന്ന വിത്താണ്, സെർബിയൻ തക്കാളി ഇത്. പിന്നെ ഇത് മുളക്, ഇത് ഇറ്റാലിയൻ തക്കാളിയാണ്. ഇത് ഈ എന്താ പറയണേ, ഇറ്റാലിയൻ സോസൊക്കെ ഉണ്ടാക്കണ ഓവൽ ഷേപ്പിലുള്ള ടൊമാറ്റോ അല്ലേ, അതാണ് ഇത്. ഇത് ഇവിടെ കിട്ടുന്ന തക്കാളിയാണ്, ഓസ്ട്രിയൻ തക്കാളിയാണ് ഇത്. അങ്ങനെ തക്കാളിയുടെ ഒരു മേളമുണ്ട് ഇപ്രാവശ്യം. അങ്ങനെ കുറേ തക്കാളി ഐറ്റംസ് ഉണ്ട്. ഒക്കെ കുറേശ്ശെ വലുതായപ്പോൾ ഞാൻ കുറച്ചും കൂടെ വലിയ ചട്ടിയിലൊക്കെ മാറ്റി വെച്ചതാണ്. എന്നെ ഒന്ന് പുറത്തേക്ക് വിടുമോ എന്ന് പറഞ്ഞിട്ടായിരിക്കണേ, അത്രയും വലുതായിട്ടുണ്ട്.
ഓരോ തക്കാളി തൈയും. ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത് ഞാൻ ഏപ്രിലിൽ നട്ടു വെച്ചു ഉരുളക്കിഴങ്ങ്. സാലഡ്സ്, അവിടെ ഇടയ്ക്ക് ടേണിപ്പ് വേണ്ട, ടേണിപ്പ് കുഞ്ഞു കായായിട്ട് നിൽക്കണേ ഉള്ളൂ. ഇവിടെ ക്യാരറ്റ്സ്, ഇത് ഏപ്രിലും നടാം, മാക്സിമം ഇപ്പം മെയ്യിൽ നടാവുന്നതാണ്. ബീറ്റ്സ്, അത് ഞാൻ പറയുന്നുണ്ട്, മെയ്യിൽ എന്തൊക്കെയാണ് നമുക്ക് നടാൻ പറ്റുക എന്നുള്ളതും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇത് ബീട്രൂട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ റാഡിഷ് ഗംഭീരമായിട്ട് ഉണ്ടായി വരുന്നു. കണ്ടോ, ഓരോ കണ്ട റാഡിഷൊക്കെ എടുക്കാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാരറ്റ്സ്, അതേപോലെ തന്നെ ഇവിടെ ടേണിപ്പ്. ഇവിടെയും കുറേ റാഡിഷ്, വൈറ്റ് റാഡിഷ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ പറിച്ചു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ, ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് ഒരു മാസത്തിൽ വിളവെടുക്കാൻ പറ്റും. അതാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ബ്യൂട്ടി. സോ ബ്യൂട്ടിഫുൾ അല്ലേ, ഫ്രഷ് വെജിറ്റബിൾ ഫസ്റ്റ് 1 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ സാലഡ് മുള്ളങ്കി, ഈ കുഞ്ഞു കുഞ്ഞു മുള്ളങ്കി ഇല്ലേ, അത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയി വരണേ ഉള്ളൂ. 1-2 എണ്ണം ആയിരുന്നു, കണ്ടോ, 1-2 എണ്ണം ആയിരുന്നു. ഞാനതൊക്കെ എടുത്തു. എന്നിട്ട് ഇത് ഓക്കെ. ഇവിടെ റെഡ് കളർ റാഡിഷാണത്. ഇതൊക്കെ ഏപ്രിൽ മാസം ഞാൻ ഇട്ടതാണ്. നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മല്ലിയില എന്ത് സൂപ്പറായിട്ട് നിൽക്കണല്ലേ. ഇതൊക്കെ കാണുമ്പോൾ എന്ത് രസമാണല്ലേ. ഇവിടെയൊക്കെ നമ്മുടെ നാടൻ ചീര ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. മല്ലിയില, സോറി കൊറിയാണ്ടർ, മല്ലിയില ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ മുളച്ച് വന്നു വേറെ ഒരു ഇതിൽ. ഇവിടെയും കുറേ ബീട്രൂട്ട്സ് ആൻഡ് ഉള്ളിത്തണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി ഓക്കെ. ഇവിടെയും ടേണിപ്പ് ഇത് എടുക്കാറായിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വയലറ്റ് കളർ ടേണിപ്പ്, സോ ബ്യൂട്ടിഫുൾ അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെയും ഒരു ടേണിപ്പ്. ഇത് കണ്ടോ, സൺഫ്ലവർ. ഇത് പക്ഷികൾക്ക് വേണ്ടി കഴിക്കാനായിട്ടുള്ള വിത്ത് ഞാൻ എടുത്തിട്ടതാണ്. അപ്പോൾ പക്ഷികൾ കൊണ്ടുപോയിട്ട് ഓരോന്നും ഇങ്ങനെ എന്താ പറയുക, ഇത് ഓരോ വിത്തുകളെടുത്ത് അവരിങ്ങനെ ചട്ടിയിൽ ഇട്ടിട്ട് പോണതാണ്. അതിങ്ങനെ തന്നെത്താനെ മുളച്ച് വരുന്നതായി. ഇതൊക്കെ എന്താ പറയുക, സൺഫ്ലവർ, സൂര്യകാന്തി പൂവ് കണ്ടോ, പൂവ് വരാറായിട്ടുണ്ട്. ഇത് സാൽബൈ, ഇത് കഴിഞ്ഞ കൊല്ലത്തെ സാൽബൈ, ചുമയ്ക്കൊക്കെ ഉള്ള ക്രോയിറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ചായ ഇട്ട് കുടിക്കാവുന്നതാണ് ഇതൊക്കെ ചുമയ്ക്കൊക്കെ. ഇത് പിന്നെയും പട്ടാണി കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മുള്ളങ്കി, ഇവിടെയും കുറേ മുള്ളങ്കിയൊക്കെ എടുക്കാറായിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ, കണ്ടോ, എടുക്കാറായിട്ടുണ്ട്. ഇവിടുത്തെ സൺഫ്ലവറിൻ്റെ പൂവിൻ്റെ വലുപ്പം കണ്ടു. ഒത്തിരി ഇഷ്ടമായി. തന്നെത്താനെ മുളച്ച് വരുന്നതല്ലേ, ഒത്തിരി ഇഷ്ടമായി. ഇത് ബ്രോക്കോളി ഒക്കെ വിത്ത് തരാറായിട്ടുണ്ട്. കാണുന്നുണ്ടോ, എടുക്കണം. ഇതൊക്കെ എടുത്തിട്ട് വേണം ഇനി തക്കാളിയൊക്കെ എനിക്ക് നട്ടുപിടിപ്പിക്കാൻ. ഇത് ബ്രോക്കോളിയുടെ നെക്സ്റ്റ് വിത്ത്. ഇതൊക്കെ വിത്തുകളാണ്, എടുക്കണം. ഇത് നമ്മുടെ കുഞ്ഞു ക്യാബേജ് ഇല്ലേ, കുഞ്ഞു ക്യാബേജ്, ബ്രസൽ സ്പ്രൗട്ട്സ് എന്ന് ഞാൻ പറിച്ചില്ലേ, അതിൻ്റെ വിത്തുകളാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി വയ്ക്കാറായി. ഇത് നമ്മുടെ നാടൻ ഉള്ളി, സാമ്പാർ ഉള്ളി. ഇവിടെ ഗ്രീൻ പീസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇതാ ഉരുളക്കിഴങ്ങുണ്ട്. ഇവിടെയും സ്ഥലം കിട്ടിയിടത്തൊക്കെ ഞാൻ കുറേ വെളുത്തുള്ളി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെളുത്തുള്ളിയാണ് ഇതൊക്കെ. വെളുത്തുള്ളി, ഗ്രീൻ പീസ്. പിന്നെ ഈ പുഫ് ബോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അതിൻ്റെ പൂക്കളുടെ ഭംഗി കണ്ടോ. അതായത് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ സൈസിൽ വരും.
പയറാണ്. പക്ഷേ ഇവിടെയുള്ള പയറാണ്. പക്ഷെ അതിൻ്റെ പൂക്കളുടെ ഒരു ഭംഗി നല്ല ഭംഗിയല്ലേ, കണ്ട ബ്യൂട്ടിഫുൾ കളർ. എല്ലാ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി. ഇവിടെയൊക്കെ കുറേ ചീരയുടെ വിത്ത് ഞാൻ പാവിയിട്ടുണ്ട്. ചുവന്ന ചീര കാണുന്നുണ്ടോ? നമ്മുടെ നാടൻ ചുവന്ന ചീരയാണ്. ആയി വരണേ ഉള്ളൂ. ഈ മുള്ളങ്കിയൊക്കെ ഉണ്ടല്ലോ, നല്ല അസൽ കറി വയ്ക്കാൻ പറ്റും. ഇത് 1 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാനും പറ്റും കേട്ടോ. 1 മാസം കൊണ്ട് വിളവെടുക്കാം. ഇത് ഇല, ഈ ഇതിൻ്റെ കിഴങ്ങ് ഒന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നല്ല വെളിച്ചെണ്ണയിൽ, ചെറിയൊരു റെസിപ്പിയും കൂടെ ആയിക്കോട്ടെ അല്ലേ, നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും കാന്താരിയും ഇട്ട് വറുത്തതിന് ശേഷം, വഴറ്റിയതിന് ശേഷം ഈ ചീര, ഈ ഇലയും ഈ റാഡിഷും കൂടെ നന്നപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പച്ചപ്പയറില്ലേ, പയറിൻ്റെ പരിപ്പ്, മൂങ്ക് ഡാൾ എന്ന് പറയില്ലേ, മൂങ്ക് ഡാളും കൂടെ ചേർത്ത് കൂട്ടുകറി പോലെ ഉണ്ടാക്കിയാൽ നല്ല അസൽ ടേസ്റ്റാട്ടോ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ എടുക്കാറായി കണ്ടോ. 1 മാസത്തെ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ മാസം ഇട്ടതാണ്, ഇപ്പോൾ എടുക്കാറായിട്ടുണ്ട്. എന്ത് സൂപ്പറല്ലേ, ഫ്രഷായിട്ട് വെജിറ്റബിൾ അവനവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്പീഡിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യമല്ലേ, കണ്ടോ. പിന്നെ ഇത് നമ്മുടെ വഴുതന, നാടൻ വഴുതന കേട്ടോ, നാടൻ വഴുതനയാണിത്. ഇതൊക്കെ ഇനി വലിയ ചട്ടിയിൽ എടുത്ത് വയ്ക്കാറായി. ഗ്രീൻ ബ്രിഞ്ചോളാണിത്. ഓക്കെ. പിന്നെ അവിടെ ഇത് കാണുന്നത് സുക്കീനി വിത്തിട്ട് മുളച്ച് വന്നതാണിത്. നമ്മുടെ മുളക് കാണുന്നുണ്ടോ? മുളകാണ് ഇത്. അങ്ങനെ കുഞ്ഞു തൈയായിട്ട് നിൽക്കേണ്ടതൊക്കെ എല്ലാറ്റിനും എടുത്ത് പുറത്ത് ഇന്നിപ്പോൾ മണ്ണിൽ നട്ട് വയ്ക്കണം. ഇതും കൂടെ ബ്രിഞ്ചോളാണ്. ബ്രിഞ്ചോളിൻ്റെ വിത്തുകൾ കുറേ ഉണ്ട്. പിന്നെ ഇത് മിനി ഗൂർക്ക എന്ന് പറഞ്ഞിട്ട് സ്മോൾ വെള്ളരിയാണ്. സ്പാനിഷ് വെറൈറ്റിയാണിത്. സ്പാനിഷ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. അവിടെ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ ചീര, അതായത് പാലക് ചീരയല്ലേ, പാലക് ചീരയാണ് ഇതൊക്കെ. പാലക് ചീരയെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ വിത്തുകളാണ് നമുക്ക് ഈ മെയ് മാസത്തിൽ മുളപ്പിക്കാൻ പറ്റുമെന്നുള്ളത് പറയാം. ഫസ്റ്റ് നമ്മുടെ ഗ്രീൻ പീസ്, പിന്നെ നമ്മുടെ മല്ലിയില, ദെൻ അതായത് ബീൻസ് ഐറ്റംസ് എല്ലാം ഇടാം കേട്ടോ. വൻപയർ, കുറ്റിപ്പയർ, തട്ടപ്പയർ, എന്താ പറയുക, എല്ലാ പയർ ഐറ്റംസും ഇപ്പോൾ മുളപ്പിക്കാൻ പറ്റും. ഈ റാഡിഷും കൂടെ ഇപ്പോൾ ഇടാം, സെക്കൻഡ് ട്രിപ്പ് വേണമെങ്കിൽ. ഇത് ഞാനിതൊക്കെ ഏപ്രിലിൽ ഇട്ടതാണ്. മാക്സിമം ഇപ്പോൾ നമുക്ക് മെയിലും കൂടെ ഇടാവുന്നതാണ്. വെള്ളരി, ഓക്കെ, ആൻഡ് കൊത്തമരയ്ക്ക, ഇതൊക്കെ ഇപ്പോൾ ഇടാവുന്നതാണ്. മത്തങ്ങ, പംകിൻ, സുക്കീനി, നാട്ടിലെ ബീൻസ്, ചീര, 2 ചീര ഐറ്റംസ് എല്ലാം നമുക്ക് ഇപ്പോൾ മണ്ണിലിടാവുന്നതാണ്. മുളപ്പിക്കാവുന്നതാണ്. വെള്ളരിയും അതൊക്കെ നമുക്ക് ഡയറക്റ്റ് മണ്ണിലിടാവുന്നതാണ് പുറത്ത്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എപ്പോഴും ഓൾറെഡി ചട്ടിയിൽ വീട്ടിലുള്ള മുളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്ത് ഇടാറുള്ളൂ. അതുപോലെ തന്നെ പടവലം, ചോളം, ഇതൊക്കെ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ക്യാരറ്റ്, ഇതൊക്കെ പുറത്ത് വിടാം കേട്ടോ. അതായത് ക്യാരറ്റ്, ചോളം, പിന്നെ വെള്ളരി, ഇതൊക്കെ ഇപ്പോഴും ഡയറക്റ്റ് പുറത്ത് മണ്ണിൽ ഇടാവുന്നതാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ എപ്പോഴും അങ്ങനെ ഏത് ചെയ്തും വീട്ടിൻ്റെ ഉള്ളിൽ മുളപ്പിച്ചതിന് ശേഷം ഞാൻ പുറത്ത് ഇടാറുള്ളൂ. വേണ്ടോ, ഉള്ളിത്തണ്ട്, കാർഫ്യോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ കണ്ടില്ലേ, കോളിഫ്ലവർ, ചീര, ഇതൊക്കെ പുറത്ത് നടാവുന്നതാണ്.
പക്ഷെ ഞാൻ എപ്പോഴും ചട്ടിയിലാണ് വീട്ടിൻ്റെ ഉള്ളിൽ മുളപ്പിച്ചിട്ടാണ് പുറത്തിടാറുള്ളൂ. മൊച്ചപ്പയർ, ബീട്രൂട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ സ്പാനിഷ് വെള്ളരി, മിനി കൂർക്ക. ഓക്കെ, ഇതൊക്കെ. പിന്നെ എനിക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ ടേണിപ്സ്, അതായത് നൂൽക്കോല്, പിന്നെ സാലഡ് ഐറ്റംസ് എല്ലാം, പിന്നെ ചീര ഐറ്റംസ് എല്ലാം, ഇതൊക്കെ നമുക്കിപ്പോൾ മണ്ണ് വീട്ടിൻ്റെ ഉള്ളിൽ മുളപ്പിക്കാവുന്നതാണ്. എൻ്റെ പേഴ്സണലി ഇതെന്താ വെച്ചാൽ ടേണിപ്പ്, നൂൽക്കോല്, കോളിഫ്ലവർ, ബ്രോക്കോളി, അതൊക്കെ എന്താ പറയുക, തണുപ്പ് സമയത്ത് വയ്ക്കാനായിട്ടാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ. ബ്രോക്കോളി, കോളിഫ്ലവർ, ടേണിപ്പ്, ഇതൊക്കെ എനിക്ക് പേഴ്സണലി കുറച്ച് തണുപ്പുള്ള സമയത്ത്, ക്യാബേജ് ഐറ്റംസ്, അതൊക്കെ ഇപ്പോൾ നടാവുന്നതാണ്. ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഇപ്പോൾ എന്താ പറയുക, വിൻ്റർ കുറച്ച് തണുപ്പ് വരുന്ന സമയത്ത് നടാനാണ് എനിക്കിഷ്ടം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെ, ഇവിടെ ടെറസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബട്ടർഫ്ലൈസിൻ്റെ ഭയങ്കര ശല്യമായിരിക്കും. ബട്ടർഫ്ലൈസിൻ്റെ പുഴുവുണ്ടല്ലോ, എന്താ കൊക്കൂൺ അല്ലേ, അതിൻ്റെ ശല്യം ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടേണിപ്പ്, പീസ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ചീരയില്ല, ഇതിലൊക്കെ എനിക്ക് എപ്പോഴും കുറച്ച് തണുപ്പ് സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഏപ്രിൽ മാസം തന്നെ ഇതൊക്കെ നട്ടതിട്ടോ. അതുകൊണ്ട് സമാധാനമുണ്ട്. എന്നെ എല്ലാവരും ദേഷ്യപ്പെടാൻ വരില്ലേ, അവരും ജീവിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ വീട് മുഴുവൻ പുഴുവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് തണുപ്പ് സമയത്ത് നടാനാണ് എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ കൃഷിക്കാരെ തൊഴണം അല്ലേ. എന്താ പറയുക, നമുക്കൊക്കെ എന്തെങ്കിലും ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞ് അത് മുളച്ച് വരണില്ല എന്ന് കണ്ടാൽ എന്ത് സങ്കടമാണല്ലേ. എന്തായി എനിക്ക് അറ്റ്ലീസ്റ്റ് കേട്ടോ, എന്തേ വിത്ത് മുളയ്ക്കാത്ത, എന്താ വരാത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വിഷമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, കർഷകരൊക്കെ 2 കൈയും കൂപ്പി തൊഴണം അവരൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ 2 കൈയും കൂപ്പി തൊഴണം. കാരണം അത് മാത്രമല്ലേ അവരുടെ ജീവിതമാർഗം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 2 കൈയും കൂപ്പി തൊഴേണ്ടതാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇനി സാലഡ്സും കൂടെ ഇപ്പം നടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കണം. ഇനി ഒരു തൈയും കൂടെ, ഇനിയിപ്പോൾ ഈ സമ്മർ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഗാർഡനിൽ പുറത്ത് വയ്ക്കാം. ഓക്കെ, പുറത്ത് നടാം. ഓക്കെ, കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മുടെ കറിവേപ്പാട്ടോ. ഇത് ഞാൻ എങ്ങനെ മറക്കും, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞു ബേബിയാണിത്. കറിവേപ്പ് ഇഷ്ടമാണ്. സോ അങ്ങനെ ആദ്യത്തെ തക്കാളീനെ നട്ട് കൊടുക്കാം. ഞാൻ മണ്ണിനെ കുറച്ചൊന്ന് ഇളക്കി കൊടുത്തു, എന്നിട്ട് ഒരു ലേശം നമ്മുടെ മൺപുഴു വളം ഇട്ട് കൊടുത്തു. ആൻഡ് ദെൻ ഓക്കെ. അപ്പോൾ ആദ്യത്തെ സമ്മർ വെജിറ്റബിളിനെ നട്ട് വെച്ചു. ഇനി ഇതുപോലെ എല്ലാം നട്ട് വയ്ക്കട്ടെ. അങ്ങനെ 2 തക്കാളി തൈനെ നട്ട് വെച്ചു. എൻ്റെ ഫ്ലവേഴ്സിനെ കാണിച്ചില്ലല്ലോ, എന്ത് ഭംഗിയാ നോക്കൂ. അതുപോലെ ഇതൊക്കെ മുളച്ച് വരുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ എന്താണ് ഹണി ഇതെന്ന് പറഞ്ഞിട്ടൊരു ഹണി ഗ്ലുക്ക്, ബീനൻ ഗ്ലുക്ക്, അതായത് നമ്മുടെ ബീസ് ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും. അപ്പോൾ അത് ഇത്രത്തോളമൊക്കെ മുളച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ തൈ മേടിച്ചതാണ്. സോ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയോ അതെ, ഇത് വേറൊരു വെറൈറ്റിയാണ്. അങ്ങനെ ഓക്കെ. ഏപ്രിൽ മാസത്തെ വീഡിയോ ഇട്ടില്ല അല്ലേ, ക്ഷമിക്കുക. ഏപ്രിൽ മാസവും പിന്നെ ഏപ്രിലിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്കിപ്പോൾ മെയ്യിൽ മാക്സിമം ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും ചെയ്യണേ. കൃഷിയോട് കുറച്ചെങ്കിലും ഒരു താല്പര്യം കാണിക്കണേ. വിഷം അടിക്കാത്ത, നമ്മൾ ഓരോന്ന് കാണുന്നില്ലേ, അവിടെ കളർ മുക്കി, ഇവിടെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഓരോന്ന് കാണുന്നുണ്ട്, ഓരോന്ന് നമ്മൾ കേൾക്കണല്ലോ. ഉരുളക്കിഴങ്ങും ഇപ്പോൾ നടാവുന്നതാണ് കേട്ടോ. ഓർമ്മയിൽ വരുമ്പോൾ ഓരോന്ന് പറയും. ഉരുളക്കിഴങ്ങും ഇപ്പോൾ നടാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ അതുപോലെ എല്ലാവരും കൃഷിയിലൊന്ന് ഇറങ്ങുക. അവനവൻ്റെ വീട്ടിൽ ഫ്രഷായിട്ട് ഇതുപോലെ പച്ചക്കറിയൊക്കെ വെച്ച് അതൊരു എന്താ പറയുക, മനസ്സിനും ദേഹത്തിനും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് നിങ്ങളെല്ലാവർക്കും ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഞാനുമായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ്സ് പറയുക. നിങ്ങളുടെ എന്ത് കാര്യമാണെങ്കിലും ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, എല്ലാവരും കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ ഞാൻ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ ഡിയേഴ്സ്. താങ്ക് യു.